ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉമ്മയുടെ ബർത്ത്ഡേ ആണ്, അതുപോലെ ന്യൂ ഇയർ ആട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ മുന്ന എന്ന് പറഞ്ഞ എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. സിസ്റ്റർ, ഞാൻ, ഉമ്മ, ബ്രദർ, ആസ്ലി ബേബി ഒക്കെ കൂടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. പോകുന്ന എവിടേക്കല്ല, ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായ വിദ്യാലോകത്തേക്കാണ്. ഇത് വരുന്നത് കുന്നംകുളം പെരുമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്പോട്ട് വരുന്നത് കേട്ടോ. ഭയങ്കര മസ്റ്റ് ട്രൈ ആട്ടോ. പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോവണേ. ഇത് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര രസമാട്ടോ. വാട്ടർ സ്പ്രേ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. വിദ്യാലോകം എന്ന് കൊടുത്തിട്ടുള്ള ഒരു ഭാഗത്ത് ഫോട്ടോ എടുത്ത് നല്ല അടിപൊളിയാട്ടോ. പിന്നെ ഇവിടെ കുറേ മരങ്ങളും പഴയ ഒരു മോഡലിലാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആസ്ലി ബേബിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ, കാരണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്ന കാരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ എൻ്റെ സിസ്റ്റർ അവൾക്ക് ജാക്ക് ഫ്രൂട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആൾക്ക് അത്ര പിടിച്ചിട്ടില്ല ഒന്നും. അവിടെ വരുന്ന പിള്ളേരൊക്കെ ആയിരുന്നു നോക്കിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവളെ കൊണ്ട് അത് പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ തുടങ്ങിയില്ലേ കരച്ചിൽ. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ ക്രിസ്മസ് ട്രീ ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ. പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറയണ്ട. ഫോട്ടോസ് എടുക്കാൻ അടിപൊളി പ്ലേസസ് ആട്ടോ ഇത്. ഭയങ്കരമായിട്ട് നല്ല അടിപൊളി പ്ലേസ് ആട്ടോ. കണ്ടോ, ഇത് മുന്നത്തെ ഫിലിമിൻ്റെ പോസ്റ്റേഴ്സൊക്കെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആസ്ലിയുടെ ചിരിയൊക്കെ കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത് കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. പഴയ ടാക്കീസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളത്. അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് അവിടുത്തെ റെസ്റ്റോറൻറ്റിലോട്ടാട്ടോ. റെസ്റ്റോറൻറ്റ് പിന്നെ പറയണ്ട, അടിപൊളിയാട്ടോ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട്, അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം അവർ അപ്പോഴക്കപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഫുഡാട്ടോ നമ്മൾ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുമ്പം ഇതാ വരുന്ന ഒരു മാജിക് കാണിച്ചുകൊണ്ടൊരു ചേട്ടൻ. അത് കഴിഞ്ഞ് ഭയങ്കരമായിരുന്നു കേട്ടോ. മാജിക്കൊക്കെ കാണിച്ചിരുന്നുണ്ടായിരുന്നേ. ഭയങ്കര കരച്ചിലായിരുന്നു. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. മാറി മാറി അവളെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. ആര് കരച്ചിലെടുത്തുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അതാ ചെറിയ ടോയ്സൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയും പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ആള് കരച്ചിൽ മറക്കുന്നില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താം കേട്ടോ. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മതി. നമുക്കപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് തരും കേട്ടോ. കാത്തിരുന്നിട്ട് ആസ്ലി ബേബിയുടെ ക്ഷമ നശിച്ച കേട്ടോ. പിന്നെ അവൾക്കിങ്ങനെ മിൽക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന, എല്ലാവരും കൂടെ കിട്ടുന്ന ഒരു സമയമല്ലേ. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് അത്രക്കും പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അത്രക്കും ഹാപ്പിനെസ് ആവില്ലേ. അങ്ങനെ ആസ്ലി ബേബി ഇപ്പോൾ കുറച്ച് കരച്ചിലൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവൾ കരച്ചിൽ കൂടിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ചുമ്മാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. നല്ലൊരു കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നേ. ഞാൻ പറയുന്നതിൽ കേൾക്കാൻ പറ്റില്ല, ഭയങ്കര ബഹളമായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. കണ്ടോ, ആസ്ലി ഭയങ്കര കരച്ചിലായിരുന്നു. അവൾ എങ്ങനെ എടുത്തിട്ട് ഒരു രക്ഷയില്ല. കരച്ചിൽ പുള്ളിക്കാരി മാറ്റുന്നതേ ഇല്ല. പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് എല്ലാവരെയും കണ്ടപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ പ്ലേസസ് ഉണ്ടടാ, പക്ഷേ അവിടെ ഒന്നും എനിക്ക് മോള് കരയുന്ന കാരണം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. കുറേ സ്പേസസ് ഉണ്ട്. ഒരു ഭാഗമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്പേസായിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു വെള്ളച്ചാട്ടം പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് അടിപൊളിയാണ്. നിങ്ങൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരണം കേട്ടോ. നല്ല വൈബുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ ബർത്ത്ഡേയ്സ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നടത്താൻ പറ്റും കേട്ടോ. അത്രക്കും സൂപ്പറാണ്. ഇത് കാണാത്തവരൊക്കെ ഉണ്ടാവും മേ ബി, അല്ലെങ്കിൽ ഒരു പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഫുഡ് എത്തി. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ഫിഷായിരുന്നു കേട്ടോ. ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷായിരുന്നേ. പിന്നെ പൊറോട്ട, പിന്നെ ഒരു ബീഫിൻ്റെ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അതെൻ്റെ ബ്രദറിനായിരുന്നേ. ബ്രദർ ഫിഷ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ബീഫാണ് ആൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കുറച്ച് വെയിറ്റ് ചെയ്താലും സൂപ്പർ ഫുഡാണ് കേട്ടോ. ഫിഷൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അസാധ്യമായിട്ടുള്ള ടേസ്റ്റായിരുന്നു.
നമുക്ക് നല്ലൊരു വലിയ ഫിഷായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആസിൽ പിന്നെ ഈ തൊട്ടിലൊക്കെ എടുത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കഴിക്കാൻ കഴിച്ച് നോക്കിയപ്പം ഞാനൊരു പൊറോട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് ഇതിങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ മോനെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. കുറച്ച് വെയിറ്റ് ചെയ്താൽ എന്താ നല്ല ഫുഡ് കിട്ടിയില്ലേ നമുക്ക്. കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. കഴിക്കുന്ന സമയത്തൊക്കെ ആസിൽ ബേബി നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തർ എടുത്ത് പുറത്തോണ്ട് പോയിരുന്നതാ. ഈ ഫിഷ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. നിങ്ങളൊക്കെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷേ വേറൊരു കാര്യം തന്നെ, ഭയങ്കര സ്പൈസി ആട്ടോ. സ്പൈസസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതിഷ്ടപ്പെടും. എനിക്ക് അധികം ഈ എരിവ് അധികം ഇഷ്ടമില്ല. സോ എനിക്ക് ഭയങ്കര ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നിരുന്നത് ഞാൻ. പക്ഷേ സൂപ്പറാണ്, എനിക്കിഷ്ടമായി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആസിൽ ബേബി ഭയങ്കര ഉറക്കമായി കേട്ടോ. അത് കഴിഞ്ഞ് ബില്ല് കണ്ട ഒരു ഇതിൽ നമ്മൾ ടീ ഒക്കെ കുടിച്ചു, സെറ്റായി. ഈ ടീ സൂപ്പറാട്ടോ. അടിപൊളി. നമ്മൾക്കൊരു ക്രീമി ടെക്സ്ചറൊക്കെ ആട്ടോ. ഇതിന് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ വരണം, ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻസ് ബൈ.